തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരാൾ പനി ബാധിച്ച് മരിച്ചു. തലയൽ സ്വദേശി എസ് എ അനിൽകുമാറാണ് മരിച്ചത്. മസ്തിഷ്ക ജ്വരം ബാധിച്ചാണോ മരണമെന്ന സംശയമുണ്ട്. മരിച്ചയാളുടെ വീട്ടിലും വീടിന് പരിസരത്തെ ജലാശയങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. MG പ്രതീഷ് തിരുവനന്തപുരത്തുനിന്ന് ചേരുകയാണ്. പ്രതീഷ്, എപ്പോഴാണ് ഇയാൾക്ക് പനി സ്ഥിരീകരിച്ചത്? ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? പ്രവിത, തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ അനിൽകുമാർ 12 ദിവസമായി ചികിത്സയിലായിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് ആദ്യം ഈ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. ഈ 7 ദിവസം ICUവിലും തുടർന്ന് വെന്റിലേറ്ററിലും കിടന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ അനിൽകുമാറിന്റെ മരണം സംഭവിച്ചു. പക്ഷേ ഈ പനി ബാധിച്ച് മരിച്ചതിന് പിന്നാലെയാണ് ഈ മസ്തിഷ്ക ജ്വരമാണോ മരണകാരണമെന്നൊരു സംശയം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ അനിൽകുമാറിന്റെ വീടിന് സമീപത്തെ പരിസരങ്ങളിലും അവിടെയുള്ള ജലാശയങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. അവിടെയുള്ള ജലാശയങ്ങളിൽ ആരും ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് നാട്ടുകാർക്ക് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ജലാശയങ്ങളിൽ ഇറങ്ങി കുളിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് അനിൽകുമാറിന്റെ കുടുംബമടക്കം നൽകുന്നത്. 2 മാസം മുമ്പ് ഈ ചെന്നൈയിൽ മകന്റെ ജോലി സംബന്ധമായ ആവശ്യത്തിന് പോയിരുന്നു. മറ്റ് ഈ ജലാശയങ്ങളൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് കുടുംബവും നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ മരണകാരണമെന്ന ഒരു നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പിന് എത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ സംസ്ഥാന വ്യാപകമായി അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്തെ ഈ പനിമരണ കേസിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രവിധ, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.